ഹായ്, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നിത്യാനന്ദ ത്രയോദശിയെപ്പറ്റി മനസ്സിലാക്കാം. ഇന്ന് നിത്യാനന്ദ ത്രയോദശിയായി ആചരിക്കുന്നു. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്നുവരെ എനിക്ക് നൽകിയ സപ്പോർട്ടിന് മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും നന്ദി പറയുകയാണ്. താങ്ക് യു സോ മച്ച്. ശ്രീ നിത്യാനന്ദ പ്രഭുവിൻ്റെ അവതാരത്തെ അനുസ്മരിക്കുന്ന പവിത്രമായ ദിനമാണ് നിത്യാനന്ദ ത്രയോദശി. ഭഗവാൻ ബലരാമൻ്റെ അവതാരമായി കണക്കാക്കപ്പെടുന്ന നിത്യാനന്ദ പ്രഭു ശ്രീ ചൈതന്യ മഹാപ്രഭുവിനൊപ്പം സങ്കീർത്തന പ്രസ്ഥാനം പ്രചരിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. ഭക്തർ ഈ ദിവസം ഉച്ചവരെ ഉപവാസമനുഷ്ഠിക്കുകയും പ്രത്യേക പൂജകളും അഭിഷേകങ്ങളും നടത്തുകയും ചെയ്യുന്നു. നിത്യാനന്ദം എന്നാൽ നിത്യമായ ആനന്ദം എന്നാണ് അർത്ഥമാക്കുന്നത്. ആവശ്യമായ ഏതു മാർഗത്തിലൂടെയും ഭൗതിക ലോകത്ത് സംതൃപ്തി കണ്ടെത്താൻ നാം ശ്രമിക്കുന്നു. എന്നാൽ ഈ ആനന്ദങ്ങൾ ക്ഷണികമാണ്. കാരുണ്യത്തിൻ്റെ മൂർത്തിഭാവമാണ് ചൈതന്യ മഹാപ്രഭു. പരമദിവ്യോത്തമ പുരുഷന് അനന്തമായ അവതാരങ്ങളും രൂപങ്ങളുമുണ്ട്. അവ കാലാകാലങ്ങളിൽ വിവിധ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നു. ദൈവം ഏതു രൂപത്തിൽ അവതരിക്കുന്നുവോ അത് പ്രവർത്തനം നടത്താൻ തികച്ചും അനുയോജ്യമാണ്. ഉദാഹരണം, ഭഗവാൻ വരാഹദേവന് ഗർഭോദക സമുദ്രത്തിൻ്റെ ആഴത്തിൽ നിന്ന് ഭൂമിയെ തിരഞ്ഞെടുക്കേണ്ടി വന്നു. അദ്ദേഹം ഒരു ഭീമൻ പന്നിയായി അവതരിച്ചു. ഹിരണ്യകശിപു എന്ന അസുരനെ കൊല്ലാൻ വേണ്ടി അദ്ദേഹം ഭഗവാൻ നരസിംഹനായി അവതരിച്ചു. അങ്ങനെ ബ്രഹ്മാവിൻ്റെ അനുഗ്രഹത്തിൽ എല്ലാ അവസ്ഥകളും നിറവേറ്റി ഭഗവാന്റെ പരമഭക്തമായ നിത്യപത്നി ശ്രീമതി രാധാറാണിയാണ്. അവർ സ്വർണ്ണ നിറമുള്ളവളാണ്. അങ്ങനെ കലിയുഗത്തിൽ ഭഗവാൻ സ്വർണ്ണ നിറത്തിൽ അവതരിക്കുകയും ശ്രീമതി രാധാറാണിയുടെ ഭക്തിപരമായ മാനസികാവസ്ഥ സ്വീകരിക്കുകയും ചെയ്തു. ഭഗവാന്റെ അവതാരത്തിൻ്റെ ഉദ്ദേശം തന്നിൽ നിന്ന് വ്യത്യസ്തമല്ലാത്ത തൻ്റെ വ്യത്യസ്ത നാമങ്ങളിലൂടെ ഭഗവാൻ സ്നേഹം പ്രചരിപ്പിക്കുക എന്നതായിരുന്നു. കലിയുഗത്തിലെ ജനങ്ങളെ ജനനമരണ ചക്രത്തിൽ നിന്ന് മോചിപ്പിച്ച് അവരെ വീണ്ടും ഗോലോക വൃന്ദാവനത്തിലേക്ക് കൊണ്ടുപോകുന്നതിനായി കൃഷ്ണൻ ചൈതന്യ മഹാപ്രഭുവായി അവതരിച്ചു. താങ്ക് യു സോ മച്ച്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നത് എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.